ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് പാർട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻസ് പ്രോബ്ലംസ് ഓഫ് പീസ് വൈസ് ഫങ്ഷൻസ് ആണ് കേട്ടോ. പീസ് വൈസ് ഫങ്ഷൻസ് തന്നിട്ട് ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടിന്യൂസ് ഫങ്ഷൻസ്, പ്രോബ്ലംസ് ഓഫ് പീസ് വൈസ് ഫങ്ഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ഫസ്റ്റ് പ്രോബ്ലം. g of x is equal to x square minus x minus 6 whole divided by x minus 3 for x not equal to 3 and equal to 5 for x is equal to 3. പീസ് വൈസ് ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, 12th പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡൊമൈൻ മീൻസ് എക്സിൻ്റെ വാല്യൂസിനാണ് ഡൊമൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 3യിൽ കണ്ടോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതും, എക്സ് ഈക്വൽ ടു 3യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതുമാണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡൊമൈൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ പീസ് വൈസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. പീസ് വൈസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു പീസ് വൈസ് ഫങ്ഷനാണ്. ഈ പീസ് വൈസ് ഫങ്ഷനിൽ ഫങ്ഷൻ എവിടെയൊക്കെയാണ് കണ്ടിന്യൂസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഓക്കെ, കണ്ടെത്തണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് അറ്റ് വാട്ട് പോയിന്റ്സ് ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ലിമിറ്റ്സ് അല്ല, പീസ് വൈസ് ഫങ്ഷൻസ് തരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ലിമിറ്റ്സ് പഠിച്ച സമയത്ത് എന്താണ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി പഠിച്ച സമയത്ത് നമ്മൾ അവിടെ 3 കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ആ കേസിൽ ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആകണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ പഠിച്ചു, ലിമിറ്റ് x tends to c, f of x should be equal to f of c ആയിരിക്കണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ. ഓക്കെ, ഇത് വരുന്നുണ്ട്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇത് നമ്മൾ പഠിച്ചതാണ്. ലിമിറ്റ് x tends to c, f of x is equal to എന്തായിരിക്കണം, f of c. ഫംഗ്ഷനായിട്ട് c ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് നോക്കിക്കേ, g of x നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 3യിലും മറ്റ് എക്സ് ഈക്വൽ ടു 3യിലും ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ലിമിറ്റ് എടുത്ത് നോക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തെടുത്ത് നോക്കുക? ലിമിറ്റ് എടുത്ത് നോക്കുക. പീസ് വൈസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ലിമിറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ ലിമിറ്റ് എടുക്കുക. നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x tends to 3 g of x അല്ലേ, g of x which is equal to limit x tends to 3 x square minus x minus 6 divided by x minus 3. xന് നിങ്ങൾ 3 ഒന്ന് കൊടുത്തു നോക്കിക്കേ. 3 square is 9 minus 3 minus 6 divided by 3 minus 3. ഓക്കെ, അപ്പോൾ 9 minus 9 എന്താ? 0. ഡിവൈഡഡ് ബൈ 3 മൈനസ് 3 എന്താ? 0. അപ്പോൾ 0/0 ഫോം വരും. അതായത് എക്സ് ടെൻസ് ടു 3യിൽ ലിമിറ്റ് എടുക്കുമ്പോൾ എന്താ വരിക? 0/0 ഫോമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലിമിറ്റ്സിൻ്റെ പ്രോബ്ലംസ് ആദ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കോഷ്യൻ ഫോം, അതായത് a/b ഫോം വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ലിമിറ്റ്സ് എടുക്കേണ്ടതെന്നുള്ളത് മിസ് ആൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ള കുട്ടികൾക്കത് മനസ്സിലാകും, കാണാത്തവരത് കണ്ടിട്ട് വരൂ. ഓക്കെ, അപ്പോൾ 0/0 ഫോം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ലിമിറ്റ്സ് കണ്ടുപിടിക്കേണ്ടേ? ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കാം? ലിമിറ്റ് x ടെൻസ് ടു 3, നമ്മുടെ ഫംഗ്ഷൻ എന്താ? x square
minus x minus 6 whole divided by x minus 3 ആണ് for x not equal to 3 എന്ന് നമുക്കറിയാം ആണല്ലോ. ഇനി ഇവിടെ ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ്, ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സിന് 3 വരുമ്പോഴത്തേക്കും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യത്തില്ല. അപ്പം നമുക്ക് ഈ എക്സ് മൈനസ് 3നെ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മേളിലൊരു മൈനസ് എക്സാണ് കിടക്കുന്നത് അല്ലേ, ആ മൈനസ് എക്സിനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണെ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം കുട്ടികളെ, എങ്ങനെ എഴുതാം മൈനസ് എക്സ് നമുക്ക് 3x എക്സ് സ്ക്വയർ പ്ലസ് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 2x മൈനസ് 3x, ഇങ്ങനെ എഴുതിക്കൂടെ 2x മൈനസ് 3x എന്ന് എഴുതാം. മൈനസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഇനി എന്താ ചെയ്യേണ്ടത്, ന്യൂമറേറ്ററിലൊരു എക്സ് മൈനസ് 3 കൊണ്ടുവന്നാൽ മതി അല്ലേ. നോക്കിക്കേ, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x, അവിടെ നമുക്കൊരു എക്സ് കോമൺ എടുക്കാം, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 മൈനസ് ഇവിടെ എന്താണ് 3 കോമൺ എടുക്കാം അല്ലേ. 3 ഇവിടെ 3 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു മൈനസ് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആകും, ഇവിടെ മൈനസ് പോയി ഇവിടെ പ്ലസ് ആകും, പ്ലസ് 2 അകത്തോട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3x മൈനസ് 3 ഇൻറ്റു 2 മൈനസ് 6 ഇത് തന്നെ കിട്ടും അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഇവിടെ ഒരു എക്സ് പ്ലസ് 2 ഉണ്ട്, ഇവിടെ ഒരു എക്സ് പ്ലസ് 2 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് 2 എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. എക്സ് പ്ലസ് 2 കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 2 മിസ് പുറത്തെടുത്താൽ ഇവിടെ എന്തുണ്ട്, എക്സ് ഉണ്ട്, അതിവിടെ എഴുതി. ഇവിടെ എന്തുണ്ട്, മൈനസ്, ഇവിടെ ബാക്കി എക്സ് പ്ലസ് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 ആണ്, മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇങ്ങനെ എഴുതാം അല്ലേ. എക്സ് മൈനസ് 3 പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 അല്ലേ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 നമുക്കിപ്പോൾ എന്ത് കിട്ടി, എക്സ് പ്ലസ് 2 എന്ന് കിട്ടി. ഇനി എക്സിന് 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 5 അല്ലേ. സോ 3 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ജി ഓഫ് എക്സ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 5 ആണ് കിട്ടിയത്. നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷൻ എന്താ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ എന്താ സാറ്റിസ്ഫൈ ചെയ്യേണ്ട, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ, ആണല്ലോ. നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചത്, ലിമിറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്കിനി എന്താ വേണ്ടത്, ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് വേണം. എന്ത് വേണം, നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ജി ആണ്, ജി ഓഫ് ഇവിടെ പോയിന്റ് ഏതാണ്, എക്സ് ടെൻസ് ടു 3 ആയതുകൊണ്ട് ജി ഓഫ് 3 നിങ്ങൾ കണ്ടുപിടിക്കുക. ജി ഓഫ് 3യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. എന്താ, വെൻ എക്സ് ഈക്വൽ ടു 3 വാല്യൂ എന്താണ് 5 ആണെന്ന് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ജി ഓഫ് 3 ക്യാൻ ബി റിട്ടൺ ആസ് 5. നമ്മൾ ചെയ്തപ്പോൾ ലിമിറ്റ് എന്താ കിട്ടിയത് നമുക്ക് ചെയ്തപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 5. ജി ഓഫ് 3 ചെയ്തപ്പോഴും 5 ആണ് കിട്ടിയത്. രണ്ടും ഈക്വൽ അല്ലേ, ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫോർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. എങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞത്, എന്തുകൊണ്ടാണ് പറഞ്ഞത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ജി ഓഫ് എക്സ് എടുത്തപ്പോൾ അതേ വാല്യൂ തന്നെ നമുക്ക് എന്ത് കിട്ടി, ജി ഓഫ് 3 എടുത്തപ്പോഴും സെയിം വാല്യൂ കിട്ടി. ഇവിടെയും 5 തന്നെ കിട്ടി, ഇവിടെയും 5 തന്നെ കിട്ടി. അതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ഇൻ എവറി റിയൽ നമ്പേഴ്സ്. ഓക്കെ, എവറി റിയൽ നമ്പേഴ്സ്. സോ കണ്ടിന്യൂസ് ഇൻ സെറ്റ് ഓഫ് ആർ. ഓക്കെ, ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 8 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 2, എക്സ് നോട്ട് ഈക്വൽ ടു -2. രണ്ട് കേസിലും ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 2 ആകുന്ന കേസിലും നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്, എക്സ് നോട്ട് ഈക്വൽ ടു -2 ആകുന്ന കേസിലും ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്. ആൻഡ് ഇറ്റ് ഈസ് 3 ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് ഇറ്റ് ഈസ് 4 ഫോർ എക്സ് ഇസ് ഈക്വൽ ടു -2. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുമാണ് കേട്ടോ. നമുക്ക് എന്താ വേണ്ടത്, കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യണം ആദ്യം, എങ്കിൽ കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കണ്ടിന്യൂസ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം.
നമുക്ക് ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, ഫോർ എക്സ് ഈക്വൽ ടു 2ൽ എന്താണ് വാല്യൂ, ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. ഫോർ എക്സ് ഈക്വൽ ടു -2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, 4 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2 കണ്ടുപിടിക്കുക. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്കിവിടെ 2 പോയിന്റ്സ് ഉണ്ട്. ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 കണ്ടുപിടിക്കണം, ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -2 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണം, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരണം, 3 വരണം. ഓക്കെ, ഇത് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത് നമുക്കിവിടെ അടുത്തൊരു പോയിന്റ് ഉണ്ട്, എക്സ് ഈക്വൽ ടു -2 ഉണ്ട്. അതായത് ആ -2ൽ വരുന്ന ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടണം, എഫ് ഓഫ് -2 ആയിട്ടുള്ള -2ൻ്റെ വാല്യൂ, എക്സിന് -2 ആകുമ്പോൾ വാല്യൂ എന്താണ്, 4 ആണ്. 4 കിട്ടണം. ഈ 2 കണ്ടീഷൻസും തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ എന്താവത്തുള്ളൂ, കണ്ടിന്യൂസ് ആകത്തുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കേസ് എടുക്കാൻ പോകണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു. അത് എഫ് ഓഫ് 2ന് ഈക്വൽ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നോക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്താണ്, x³ -8 ഡിവൈഡഡ് ബൈ x² -4. അപ്പോൾ എക്സിന് നിങ്ങൾ 2 കൊടുത്ത് നോക്കിക്കേ. 2 കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 കൊടുത്ത് നമ്മൾ ഡയറക്റ്റ് 2 കൊടുക്കുമ്പോൾ ഇവിടെ 2³ 8 -8, താഴെ 2² 4 -4. 0/0 ഫോം ആയി, ഫംഗ്ഷൻ വിൽ നോട്ട് ബി ഡിഫൈൻഡ് അല്ലേ. ഇപ്പോൾ 0/0 ഫോം ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. സോ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള x² -4നെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x³ -8 നമുക്ക് എങ്ങനെ എഴുതാം, x³ -2³ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ x² -4 x² -2² എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ഐഡൻറ്റിറ്റീസിൽ പഠിക്കുന്നതാണ് a³ -b³. ഓക്കെ, അതുപോലെ ഇവിടെ x³ -2³ നമുക്ക് എങ്ങനെ എഴുതാം, x -2 ഇൻറ്റു x² + 2x + 4 എന്ന് എഴുതാം. ഇത് ഐഡൻറ്റിറ്റീസിൽ നമ്മൾ പഠിക്കുന്നതാണ്. a³ -b³ ഈക്വൽ ടു a - b ഇൻറ്റു a² + 2a + b². ഓക്കെ, ആ ഫോമാണ് കേട്ടോ. ഡിവൈഡഡ് ബൈ x² -2² a² - b² ഫോം a + b ഇൻറ്റു a - b. ഇവിടെ എയുടെ പ്ലേസിൽ എക്സും ബിയുടെ പ്ലേസിൽ 2 ആണ്. അപ്പോൾ x + 2 ഇൻറ്റു x -2 എന്ന് എഴുതാം. അപ്പോൾ ഈ x -2 ഈ x -2 നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇനി നിങ്ങൾ വാല്യൂസ് കൊടുത്ത് എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 2 × സ്ക്വയർ 4 2 × 2 4 + 4 ഡിവൈഡഡ് ബൈ 2. എക്സിന് 2 കൊടുത്ത് 2 + 2 4. അപ്പോൾ എത്ര കിട്ടി, 4 + 4 + 4 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 3 കിട്ടി അല്ലേ. 3 കിട്ടി. നമുക്കറിയാം എഫ് ഓഫ് 2ൻ്റെ വാല്യൂ എന്താണ്, എഫ് ഓഫ് 2ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എന്താണ്, എഫ് ഓഫ് 2ൻ്റെ വാല്യൂ 3 ആണ് നമുക്ക് ക്വസ്റ്റിനകത്തേ തന്നിട്ടുണ്ട് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണെന്നുള്ളത് ക്വസ്റ്റിനകത്തേ തന്നിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്, ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് അറ്റ് എക്സ് ടെൻസ് ടു 2 നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്, എഫ് ഓഫ് 2 ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അറ്റ് എക്സ് ഈക്വൽ ടു 2ൽ നമ്മൾ ലിമിറ്റ് എടുത്തപ്പോഴത്തേക്കും ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം മതിയോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാൻ, പോരാ. നമുക്കിനി അടുത്തൊരു പോയിന്റ് കൂടെ കിടപ്പുണ്ടല്ലേ, അറ്റ് എക്സ് ഈക്വൽ ടു -2 എന്ന് പറയുന്നൊരു പോയിന്റും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാം. So for x is equal to -2, ലിമിറ്റ് x tends to -2 നമ്മുടെ ഫംഗ്ഷൻ എന്താ, x³ -8 ഡിവൈഡഡ് ബൈ x² -4 ആണല്ലോ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2³ -2ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുക, -2³ -2³ -8 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, -2ൻ്റെ ക്യൂബ് അല്ലേ. അപ്പോൾ -2ൻ്റെ ക്യൂബ് എടുക്കുമ്പോഴത്തേക്കും -2 × -2 × -2. അപ്പോൾ എന്ത് കിട്ടും, -8 ഓക്കെ ഡിവൈഡഡ് ബൈ താഴെ -2ൻ്റെ സ്ക്വയർ എടുത്ത് 4
4 minus 4 അല്ലേ, 4 minus 4 അപ്പോൾ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -16/0 ഫോമാണ് വരുന്നത്. ആണല്ലോ. അപ്പോൾ എന്താ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഈ ഡിനോമിനേറ്ററിൽ നിന്ന് x² - 4 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയണം. സോ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് x ടെൻസ് ടു -2. നമ്മൾ നേരത്തെ ചെയ്ത കൂട്ടേനെ x³ - 8 നമുക്ക് എങ്ങനെ എഴുതാൻ കുട്ടികളെ? x - 2 ഓക്കെ a - b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b². ആ ഫോമിൽ ഇവിടെ എയുടെ പ്ലേസിൽ എക്സും ബിയുടെ പ്ലേസിൽ 2 ആണ് കേട്ടോ. x³ -2³ ആണ് x³ - 8 എന്ന് പറയുന്നത്. സോ x² പ്ലസ് 2x പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ x² - 4 നമുക്ക് എങ്ങനെ എഴുതാം? x² - 2². അപ്പോൾ x പ്ലസ് 2 ഇൻറ്റു അതിന് x - 2 എന്ന് എഴുതാം. ഈ x - 2 എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം? -2 കൊടുക്കാം. -2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 അല്ലേ. അപ്പോൾ പ്ലസ് 2 ഇൻറ്റു -2 -4 പ്ലസ് 4 ഡിവൈഡഡ് ബൈ -2 പ്ലസ് 2 -2 പ്ലസ് 2 എന്ത് വരും? -2 പ്ലസ് 2 അഗെയിൻ 0 ആണ് നമുക്ക് വന്നേക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ആണല്ലോ. ഇൻഫിനിറ്റിയാണ് വന്നേക്കുന്നത്. അതായത് ഇനി ലിമിറ്റ് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇൻഫിനിറ്റിയാണ് കിട്ടിയത് അല്ലേ. ലിമിറ്റ് x ടെൻസ് ടു -2 നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ട് പോലും നമുക്ക് ഇൻഫിനിറ്റിയാണ് കിട്ടുന്നത്. എലിമിനേറ്റ് ചെയ്ത് പോകുന്നില്ല. സോ ലിമിറ്റ് x ടെൻസ് ടു -2 ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. സോ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് -2. എഫ് ഓഫ് -2ൻ്റെ വാല്യൂ എന്താ? എഫ് ഓഫ് -2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. പക്ഷെ നമുക്കിവിടെ അതാണോ കിട്ടിയത്? അല്ല, നമുക്കിവിടെ കിട്ടിയത് ഇൻഫിനിറ്റിയാണ്. എഫ് ഓഫ് -2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. പക്ഷെ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു -2ൽ ഫംഗ്ഷൻ എന്തല്ല? കോണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ദ ഫംഗ്ഷൻ ഈസ് കോണ്ടിന്യൂസ് ഫോർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് എന്താണ്? x ഇസ് ഈക്വൽ ടു -2. x ഈക്വൽ ടു -2 ഒഴികെ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും എന്താണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോണ്ടിന്യൂസ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വരും. നല്ലപോലെ പഠിച്ചു വെച്ചോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് ബി ഈസ് g of x നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. g of x ഡിഫൈൻ ചെയ്തേക്കാണ്. g of x is equal to x for x less than -2 and which is equal to b into x square for x greater than or equal to -2. Continuous at every x. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് g of x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ ബിയുടെ വാല്യൂ എന്തായിരിക്കും? ഓക്കെ, അല്ലെങ്കിൽ ബിയുടെ ഏത് വാല്യൂസിലാണ് g of x കോണ്ടിന്യൂസ് ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഓക്കെ, ഇത് ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ് അല്ലേ. ഫോർ എക്സ് ലെസ് ദാൻ -2ൽ ഫംഗ്ഷൻ എക്സും ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2ൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് bx² ആണ്. അതായത് നമ്മൾ ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല അല്ലേ. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ g ഓഫ് -2 അല്ലെങ്കിൽ g ഓഫ് g ഓഫ് -2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടില്ല. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ കറക്റ്റായിട്ട് നമുക്ക് എന്തുണ്ട്? ആ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ f(2) ഉണ്ട്, f(-2) വാല്യൂ നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമുക്ക് അതുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ്സ് കണ്ടിന്യൂസ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഉണ്ടല്ലോ. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണെങ്കിലും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. നമ്മുടെ ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു -2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതായത് ലിമിറ്റ് x ടെൻസ് ടു 2 മൈനസ് g ഓഫ് എക്സ്, ഇവിടെ ഫംഗ്ഷൻ g ഓഫ് എക്സ് ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇത് തന്നെ എന്തിന് ഈക്വൽ ആയിരിക്കണം? ലിമിറ്റ് x ടെൻസ് ടു 2 പ്ലസ് g ഓഫ് എക്സ്. ഓക്കെ, അതായത് ഈ g ഓഫ് എക്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അറ്റ് ദ പോയിന്റ് 2 അല്ലടാ, ഇവിടെ -2 ആണേ.
-2 minus g of x limit of x tends to -2 plus means right hand limit of g of x equal ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ വിൽ ബി കണ്ടിന്യൂസ് എന്ന് പറയാം, ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാം. അങ്ങനെ ആണെങ്കിൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് മിസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുവാണേ. നോക്കിക്കേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോയിന്റ് കിടപ്പുണ്ട്, ഇതാണ് -2. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ ലിമിറ്റ് എടുക്കുകയാണ്, ഇത് റൈറ്റിൽ നിന്ന് ലിമിറ്റ് എടുക്കുകയാണ്. ഓക്കെ, അതായത് ലെഫ്റ്റിൽ നിന്ന് ടെൻസ് ടു -2, റൈറ്റിൽ നിന്നും ടെൻസ് ടു -2. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ടെൻസ് ടു -2 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഏതെന്നാണ് പറഞ്ഞേക്കുന്നത്, ഏത് ഫംഗ്ഷനാണ്, വെൻ എക്സ് ലെസ് ദാൻ -2. -2ൻ്റെ ലെഫ്റ്റിൽ ഏതാണ് കിടക്കുന്നത്, എക്സ് അല്ലേ. അപ്പോൾ ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ എക്സ്. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ -2 മീൻസ് -2ൻ്റെ റൈറ്റിലല്ലേ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പോൾ അവിടെ ഏത് ഫംഗ്ഷനാണ് വരുന്നത്, ബി എക്സ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ബി എക്സ് സ്ക്വയർ, അപ്പോൾ റൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എക്സ് അല്ല ബി എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി നോക്കാം, നമുക്ക് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുകയാണ്, എക്സ് ടെൻസ് ടു -2 മൈനസ്. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്നാണ് തന്നേക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഏതെടുക്കണം എന്നാണ് പറഞ്ഞത് മിസ്, എക്സ്. കാരണം ലെഫ്റ്റിൽ നിന്ന് കിടക്കുന്നത് എക്സ് ആണ്, എക്സ്. ഇനി എക്സിന് -2 കൊടുത്ത് അന്നേരം എന്ത് കിട്ടി, -2 കിട്ടി. ഓക്കെ, അതവിടെ കിടന്നോട്ടെ. നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. എക്സ് ടെൻസ് ടു -2 പ്ലസ് മീൻസ് നമ്മൾ റൈറ്റിൽ നിന്ന് ടു -2 അപ്രോച്ച് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണെന്നാണ് പറഞ്ഞേക്കുന്നത്, ബി എക്സ് സ്ക്വയർ എന്നാണ് പറഞ്ഞേക്കുന്നത്, ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 പ്ലസ് വാല്യൂ ഏതാ, ബി ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ബി ഇൻറ്റു -2ൻ്റെ സ്ക്വയർ 4 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 4b എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി എന്താണ് നമ്മുടെ കണ്ടീഷൻ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലിമിറ്റും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആകണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലിമിറ്റും ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 മൈനസ് ജി ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു എക്സ് ടെൻസ് ടു -2 പ്ലസ് ജി ഓഫ് എക്സ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയാലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുകയുള്ളൂ. നമുക്കിന്ന് ഇക്വേറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ആകുന്ന ബിയുടെ പോയിന്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ കണ്ടിന്യൂസ് ആകണം എന്നുണ്ടെങ്കിൽ -2 ഷുഡ് ബി ഈക്വൽ ടു 4b ഇംപ്ലൈസ് ബി ഈക്വൽ ടു എന്ത് കിട്ടും കുട്ടികളെ, ബി ഈക്വൽ ടു 1/2 -1/2. ഓക്കെ, സോ അറ്റ് ബി ഈക്വൽ ടു -1/2 നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഈസ് കോണ്ടിന്യൂസ് എവ്രിവെയർ. ഓക്കെ, കോണ്ടിന്യൂസ് എവ്രിവെയർ. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയി? ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. ഇത് എസ്ഐക്കൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാവേ. നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെയിം തന്നെ, ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എ. ഞാൻ ഈ എഴുതി പഠിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. മറ്റേത് സ്ലൈഡ് എടുത്തിട്ട് വായിച്ച് പറഞ്ഞു തന്ന കുട്ടികളെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാനാ, അതുകൊണ്ടാട്ടോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ a² x - 2a ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 12 ആണ് ഫോർ എക്സ് ലെസ് ദാൻ 2. ഇതാണ് നമ്മുടെ ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 എബൌട്ട് ആയിട്ടാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ കിടന്ന് കളിക്കുന്നത്. ഓക്കെ, ഫോർ വാട്ട് വാല്യൂ ഓഫ് എ എഫ് ഓഫ് എക്സ് ഈസ് കോണ്ടിന്യൂസ് അറ്റ് എവറി എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മുടെ പോയിന്റ് ഏതാണ്, 2 അല്ലേ, 2 എബൌട്ട് ആയിട്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഫംഗ്ഷൻ a² x - 2aയും എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഏതെടുക്കണം, ഏത് ഫംഗ്ഷൻ എടുക്കണം, ഇതാണ് നമ്മുടെ 2 കേട്ടോ. ലെഫ്റ്റ് മീൻസ് എക്സിൻ്റെ ഈ 2ൻ്റെ ലെഫ്റ്റിൽ വരുന്ന ഏതായി, വെൻ എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ വാല്യൂ 12ഉം വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 2 മീൻസ് റൈറ്റിലല്ലേ. ഇപ്പോൾ റൈറ്റിൽ നിന്ന് നമ്മൾ 2 അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ a² x - 2aയും ആണ് വരുന്നത്. ഇത് ഇത്രയും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം.
നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. ഇത് കണ്ടിന്യൂസ് ആകണമെന്നുണ്ടെങ്കിൽ എന്താ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2+ ആണ് മിസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എക്സ് ടെൻസ് ടു 2+ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ് അല്ലേ? എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് അല്ലേ? റൈറ്റ് ആകുമ്പോഴത്തേക്കും ഏതാ ഫംഗ്ഷൻ ഏതാണ്? റൈറ്റ് ആകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ആകുമ്പോൾ a²x - 2a ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2+. എഫ് ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കാം? a²x - 2a. എക്സിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2a² - 2a അങ്ങനെയല്ലേ വരിക? ഓക്കെ, അത് കിട്ടിയേ. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 - എഫ് ഓഫ് എക്സ്. എക്സ് ടെൻസ് ടു 2 - എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ആകുമ്പോൾ ഉള്ള വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 12 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? 12. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണം എന്നുണ്ടെങ്കിൽ ബോത്ത് ലിമിറ്റ് ഷുഡ് ബി ഈക്വൽ. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഈക്വൽ ആയിരിക്കണം. ഒന്ന് ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. 2a² - 2a = 12. രണ്ടിലും 2 കോമൺ ഉണ്ട്. ആ 2 കോമൺ എടുക്കുവാണേ. 2 കോമൺ എടുക്കുക. 2 × a² - 2 = 12. ഈ 2ഉം 12 നമുക്ക് കട്ട് ചെയ്യാം. രണ്ടിൽ 6 ടൈംസ് ആണ് 12 വരുന്നത്. അപ്പോൾ ബാക്കി എന്ത് വരും? a² - 2 = 6. സോറി, ഇവിടെ ഒരു a ഉണ്ട്. a² - 2a ഈ +6നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ -6 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്ക് അതിനെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാനും പാടൊന്നുമില്ല കേട്ടോ, എളുപ്പമാണ്. ഇതിപ്പോൾ നോക്കിക്കേ, പ്രോഡക്റ്റ് അതായത് 2 സംഖ്യകൾ വരും. അതായത് എക്ക് 2 വാല്യൂസ് വരും. ആ 2 വാല്യൂസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം ആഡ് ചെയ്യുമ്പോൾ -2 ആണ് വരുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 വരണം അല്ലെ? ആഡ് ചെയ്യുമ്പോൾ -2ഉം വരണം. ആഡ് ചെയ്യുമ്പോൾ സോറി, വീണ്ടും കറക്ഷൻ വന്നല്ലോ. നമ്മൾ ആക്ച്വലി ഇവിടെ 2 പുറത്തെടുത്തല്ലേ? അപ്പോൾ പിന്നെ അവിടെ എവിടെ നിന്നാണ് 2 വരുന്നത്? a² - a തന്നെ. ഓക്കെ, നമുക്കിവിടെ കിട്ടുന്നത്, സോറി കേട്ടോ, a² - a = 6. അപ്പോൾ a² - a -6 = 0 ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 ആഡ് ചെയ്യുമ്പോൾ -1 വരണം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6, അപ്പോൾ 3ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും അല്ലേ? ആഡ് ചെയ്യുമ്പോൾ -1 വരണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ -1 വരണം എന്നുണ്ടെങ്കിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. ഇത് നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ a - 3 × a + 2 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മേളിൽ കിടക്കുന്ന a² - a - 6 തന്നെ കിട്ടും. എന്നിട്ട് ഇതിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ a - 3 + a + 2 = 0 ആകുന്ന എപ്പോഴാണ്? വെൻ a = 3 and a = -2. അതായത് a - 3 = 0 implies a = 3. a + 2 = 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ a = -2. അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടി. a = 2ഉം a = -2 എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്താ? ഫോർ വാട്ട് വാല്യൂ ഓഫ് a? എയുടെ ഏത് വാല്യൂസിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? ഏത് വാല്യൂസിൽ? വെൻ a = 3ലും a = -2ലും ഫംഗ്ഷൻ എന്താണ്? കോണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ ആണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് b? സെയിം തന്നെയാണ്. ഇവിടെ g of x തന്നിട്ടുണ്ട്. x - b by b + 1 for x less than 0, x² + b for x greater than 0. ഇതാണ് ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് വാല്യൂ ഓഫ് b ദ ഫംഗ്ഷൻ ഈസ് കോണ്ടിന്യൂസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ബിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെയിം തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0ക്ക് എബോയിട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാഫ് ചുമ്മാ വരയ്ക്കുമ്പോൾ ഇത് 0, x less than 0 മീൻസ് എക്സിൻ്റെ ലെഫ്റ്റ്, 0ൻ്റെ ലെഫ്റ്റിൽ. ദാറ്റ് മീൻസ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് x - b by b + 1. ഫോർ x greater than 0 മീൻസ് 0ൻ്റെ റൈറ്റിൽ. അപ്പോൾ റൈറ്റിൽ
കിടക്കുമ്പോൾ റൈറ്റിൽ ഏതാണ് എക്സ് സ്ക്വയർ പ്ലസ് ബി, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി ആണ് കേട്ടോ. കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കണം? ലിമിറ്റ്സ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്നു, ഇക്വേറ്റ് ചെയ്യുന്നു, ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ നോക്കിക്കേ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. 0 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്താ? എക്സ് മൈനസ് ബി ബൈ ബി പ്ലസ് 1 ആണല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സ് മൈനസ് ബി ബൈ ബി പ്ലസ് 1. എക്സിന് 0 എടുത്തേ, അന്നേരം എന്ത് കിട്ടും? 0 മൈനസ് ബി ബൈ ബി പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ ബി പ്ലസ് 1. കിട്ടിയേ? ഓക്കെ, ഇതുപോലെ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാൻ പോവുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ജി ഓഫ് എക്സ് എടുക്കാൻ പോവുകയാണ്. ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ റൈറ്റ് ഹാൻഡ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഏതാ ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ പ്ലസ് ബി ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എക്സിന് 0 എടുത്തേ, 0 എടുക്കുമ്പോൾ 0 പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ബി അല്ലേ. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയാൽ മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ എന്താവത്തുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ ആണല്ലോ, എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. സോ അന്നേരം നമുക്ക് എന്ത് കിട്ടും? ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്യാം. അതായത് മൈനസ് ബി ബൈ ബി പ്ലസ് 1 ഷുഡ് ബി ഈക്വൽ ടു ബി. ഓക്കെ, മൈനസ് ബി ബൈ ബി പ്ലസ് 1 ഈക്വൽ ടു ബി ആണല്ലോ. ബി നമുക്ക് ബി ബൈ 1 എന്ന് എഴുതാം. ഈ ബിയും ബിയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു മൈനസ് 1. ഈ 1നെ ഈ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 ഈക്വൽ ടു ബി പ്ലസ് 1 ഇൻറ്റു ഇവിടെയും 1 ആണ്, ബി പ്ലസ് 1 ആണല്ലോ. ബിയും ക്യാൻസൽ ചെയ്ത് പോയി കുട്ടികളെ, അവിടെ പിന്നെ 1 ആണുള്ളത് ആണല്ലോ. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 ഈക്വൽ ടു ബി പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഉണ്ടാവും കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അറിയാവുന്ന കുട്ടികൾ നിങ്ങളിത് മൈൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾ പ്രോബ്ലം ചെയ്ത് വെക്കോളൂ. അറിയാവുന്നവർക്ക് വേണ്ടി പറയാതെ വിച്ച് ഇസ് ഈക്വൽ ടു ഈ ബിയും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. 1 ബൈ ബി പ്ലസ് 1, ഇവിടെ 1 അല്ല മൈനസ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ബി അവിടെ ക്യാൻസലായി പോയിട്ടുണ്ട്, 1 ബൈ 1 എന്ന് എഴുതാം. ഇതിനിങ്ങോട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നു, ഇതിനിങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താ? മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഈ 1 ഇൻറ്റു ബി പ്ലസ് 1 എന്താ? ബി പ്ലസ് 1 ആണല്ലോ. നമുക്ക് ബി അല്ലേ കണ്ടുപിടിക്കേണ്ടേ? മൈനസ് 1 ഈക്വൽ ടു ബി പ്ലസ് 1. അപ്പോൾ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബി ഈക്വൽ ടു ഈ പ്ലസ് 1നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താവും? ഈ പ്ലസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 1 ആവും. അപ്പോൾ മൈനസ് 1 എന്താണ്? മൈനസ് 2 ആണ്. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ബി മൈനസ് 2 ആകുന്ന കേസിൽ നമുക്ക് എന്താണ്? എക്സിൻ്റെ ഏതൊരു വാല്യൂ എടുത്താലും ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? ബി ഈക്വൽ ടു മൈനസ് 2. ബി ഈക്വൽ ടു മൈനസ് 2. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. For what values of A and B? നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. For what values of A and B is നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f of x is equal to ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ തന്നാണ്. -2 for x less than or equal to -1. ax minus b for -1 less than x less than 1. 3 for x greater than or equal to 1. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1ൽ -2ഉം -1നും 1നും ഇടയിൽ എക്സ് വരുമ്പോൾ ax മൈനസ് ബിയും എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് പോയിന്റ്സ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് ഒരു സിംഗിൾ പോയിന്റ് മാത്രമല്ല, അതായത് ഇവിടെ ഒരു -1 കിടപ്പുണ്ട്, ഒരു 1ഉം ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ്, നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്തത് കൂടെ 2 പോയിന്റ്സിന് അബൌട്ടായിട്ട് നമ്മൾ ലിമിറ്റ്സ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതായത് ഇങ്ങനെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എഫ് ഓഫ് എക്സും കണ്ടുപിടിക്കണം. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. മാത്രമല്ല ഈ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് 1നെ ഇക്വേറ്റ് ചെയ്യാനായിട്ട്
ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലേ? പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. എഫ് ഓഫ് വണ്ണിന് ഈക്വൽ ആയിരിക്കണം. ഇതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് -1നും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് വേണം നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റാർ ക്വസ്റ്റൻ ആണ്. എസ് എയിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോൾ വാല്യൂ -2 ആണ്. -1നും 1നും ഇടയിലാവുമ്പോൾ എക്സ് മൈനസ് ബി ആ വന്നേക്കുന്നത്. ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോഴത്തേക്കും വാല്യൂ എന്താണ്? 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഓരോ ലിമിറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. നോക്കിക്കേ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഫസ്റ്റ് നമുക്ക് -1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. -1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? -1നെക്കാളും ചെറുത്. വെൻ എക്സ് ലെസ് ദാൻ -1 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ വാല്യൂ എന്താ വന്നേക്കുന്നത്? തന്നേക്കുന്നത് -2 നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? -2 ആണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ അതുപോലെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 പ്ലസ് മീൻസ് -1ൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, -1 പ്ലസ് മീൻസ് എഫ് ഓഫ് എക്സിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്നു എബൌട്ട് -1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടെ നോക്കിക്കേ, അപ്പോൾ ഏത് വാല്യൂ നമ്മൾ എടുക്കും? ഇവിടെ -1 ലെസ് ദാൻ എക്സ് എന്ന് തന്നിട്ടുണ്ടല്ലേ. -1 ലെസ് ദാൻ എക്സ് മീൻസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -1 എന്നല്ലേ? ആണല്ലോ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -1, ഇത് -1 ആണെന്നുണ്ടെങ്കിൽ ഈ -1ൻ്റെ റൈറ്റിലല്ലേ എക്സ് ഗ്രേറ്റർ ദാൻ -1 പോയിന്റ്സ് വരത്തുള്ളൂ? ആണല്ലോ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? വെൻ എക്സ് ഗ്രേറ്റർ ദാൻ -1 ആകുമ്പോൾ നമ്മൾ ഏത് വാല്യൂ എടുക്കേണ്ടേ? എ എക്സ് മൈനസ് ബി ആണ് എടുക്കേണ്ടത്. ഓക്കെ, -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ മീനിങ് ഇങ്ങനെ ഞാൻ ഇത് മാത്രം കൺസിഡർ ചെയ്യാം. -1 ലെസ് ദാൻ എക്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണ്. -1 ലെസ് ദാൻ എക്സ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം കുട്ടികളെ? എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇപ്പോൾ 1 ലെസ് ദാൻ 2 മീൻസ് 2 ഗ്രേറ്റർ ദാൻ 1 എന്ന് എഴുതാം അല്ലേ? അതുപോലെ -1 ലെസ് ദാൻ എക്സ് എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്നാണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -1 ആകുന്ന എപ്പോഴാണ്? -1ൻ്റെ റൈറ്റിൽ വരുമ്പോഴത്തേക്കുമാണ്. -1ൻ്റെ റൈറ്റിൽ. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ഏത് ഫംഗ്ഷൻ എടുക്കേണ്ടത്? എ എക്സ് മൈനസ് ബി ആണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എ എക്സ് മൈനസ് ബി ആണ്. എക്സ് ടെൻസ് ടു -1 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് മൈനസ് ബി ആണ്. എക്സിന് -1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു -1 മൈനസ് എ മൈനസ് ബി. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 മൈനസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 പ്ലസ് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതുപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 1ന് എബൌട്ട് ആയിട്ട് ലിമിറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. 1 മൈനസ് എഫ് ഓഫ് എക്സ് നോക്കിക്കേ. 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഏത് വരും? 1 കിടക്കുന്നത് ഇവിടെയാണല്ലേ? ഈ ഒരു പോർഷനിൽ 1 കിടപ്പാണ്. അതായത് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് ലെസ് ദാൻ 1 എടുക്കുവാണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 1 ദാറ്റ് മീൻസ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് 1 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എക്സ് എവിടെ വരും? ഈ 1ൻ്റെ ലെഫ്റ്റിലല്ലേ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തെടുക്കും? അതായത് ഈ 1ന് എബൌട്ട് ആയിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ഏത് ഫംഗ്ഷനാണ് വരുന്നത്? എ എക്സ് മൈനസ് ബി ആണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇവിടെ ഓക്കെ. അപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എ എക്സ് മൈനസ് ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സിന് പകരം എന്ത് ഇട്ട് കൊടുക്കണം? എ എക്സ് മൈനസ് ബി ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എ എക്സ് മൈനസ് ബി എന്നിട്ട് എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആണല്ലോ? ഇതുപോലെ നമ്മൾ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1
പ്ലസ് എഫ് ഓഫ് എക്സ് എടുക്കുകയാണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 3 ആണെന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ആണല്ലോ. ഇനി നോക്കിക്കേ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ? എന്താണ്? ലിമിറ്റ്സ് എക്സിസ്റ്റ് ചെയ്യണം, മാത്രമല്ല റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഈക്വൽ ആയിരിക്കണം. ഈ -2 എന്ന് പറയുന്നത് മൈനസ് എ മൈനസ് ബിക്ക് ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഈ എ മൈനസ് ബി എന്ന് പറയുന്നത് 3ക്ക് ഈക്വലും ആയിരിക്കണം. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണെ, അതായത് ഫസ്റ്റ് കണ്ടീഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 മൈനസ് ഷുഡ് ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 പ്ലസ്. അതായത് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. എക്സ്ട്രാ സ്റ്റെപ്പ് മിസ് എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സോ -2 ഈക്വൽ ടു മൈനസ് എ മൈനസ് ബി. രണ്ടിടത്തും മൈനസ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? കോമൺ എടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2 ഈക്വൽ ടു ഇവിടെ മൈനസ് ഓഫ് എ മൈനസ് ബി എടുക്കാം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് ബി അല്ല, മൈനസ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതാം. ഈ മൈനസും പോകും, ബാക്കി നമുക്ക് കിട്ടുന്നത് 2 ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ, ഇക്വേഷൻ 1. അടുത്ത് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അതായത് 1 മൈനസ് 1 പ്ലസ്, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സും എന്തായിരിക്കണം? ഈക്വൽ ആയേ പറ്റുള്ളൂ, എന്നാലേ കണ്ടിന്യൂസ് ആവുകയുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 3 ഈക്വൽ ടു എ മൈനസ് ബി. ഓക്കെ, ഇക്വേഷൻ 2. അപ്പോൾ 1 2 ഇക്വേഷൻ 1ഉം കിട്ടി, ഇക്വേഷൻ 2ഉം കിട്ടി. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ 1 + 2 ചെയ്തേ. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ഇംപ്ലൈസ് 1 + 2 ചെയ്യുമ്പോൾ ഈ ബിയും മൈനസ് ബിയും ക്യാൻസൽ ആവും. 2 ഇവിടെ ലെഫ്റ്റിൽ നിങ്ങൾ 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോഴത്തേക്കും 5 കിട്ടും അല്ലേ. 5 ഈക്വൽ ടു പ്ലസ് ബിയും മൈനസ് ബിയും പോകും. എ പ്ലസ് എ എന്താ? 2a. ഇംപ്ലൈസ് എ ഈക്വൽ ടു 5 ഈക്വൽ ടു 2a ആണെങ്കിൽ എ ഈക്വൽ ടു എന്താ? 5. ഈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഈ 2 ഇങ്ങ് താഴെ വരും, ഡിവൈഡഡ് ബൈ ആകും. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടി? 5/2 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇപ്പോൾ എയുടെ വാല്യൂ കിട്ടിയല്ലേ, എനിക്ക് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പോൾ നേരത്തെ എന്താ ചെയ്തേ? 1 + 2 ചെയ്തു അല്ലേ. 1 - 2 ചെയ്ത് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്താൽ മതി. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ 2 - 3, ഇവിടെ ലെഫ്റ്റിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 - 3 -1 which is equal to a minus a 0 minus b minus of minus b എന്ത് കിട്ടും? 2b ആണല്ലോ. ബി ഉണ്ട്, മൈനസ് ഓഫ് മൈനസ് ബി, അപ്പോൾ 2b. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ നിന്ന് b ഈക്വൽ ടു -1/2. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എയുടെ വാല്യൂ 5/2 എന്നും കിട്ടി, ബിയുടെ വാല്യൂ -1/2 എന്നും കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എ ഈക്വൽ ടു 5/2ലും ബി ഈക്വൽ ടു -1/2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോണ്ടിന്യൂസ് ആയിരിക്കും. എന്തായിരിക്കും? കോണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്തത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീസ് വൈസ് ഫംഗ്ഷൻസ് വെച്ചിട്ട് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. ഇത് ചോദിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെയർ ആയിരിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക, ചെയ്ത് പഠിക്കുക. നിങ്ങൾ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടെക്നിക്ക് പിടികിട്ടും. സോ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ളവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത്, അതായത് പ്രോബ്ലം ചെയ്യേണ്ടത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വരുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൽ കുറച്ച് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രോബ്ലംസ് കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.